നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ദേവഗുരുവായ വേഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്ക് 2026 ജൂൺ 2 പ്രവേശിക്കുകയാണ്. കർക്കിടക രാശി എന്ന് പറയുന്നത് വേഴത്തിന്റെ ഉച്ചരാശിയാണ്. മീനക്കൂറുകാർക്ക് നിങ്ങളുടെ 5ാം ഭാവത്തിലേക്കാണ് ഉച്ചസ്ഥനായ വേഴം 5ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും? നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക, ആരോഗ്യ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒക്കെ എങ്ങനെയാണ് വേഴത്തിൻ്റെ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. മീനക്കൂറുകാരായ പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. 5ാം ഭാവത്തിലെ വേഴം എന്ന് പറയുമ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് 1ൻ്റെയും 10ൻ്റെയും ഭാവാധിപനായ വേഴം പുണ്യസ്ഥാനമായ 5ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചില ഫലങ്ങളുണ്ട്. ഭാഗ്യോദയവും പൂർവ്വപുണ്യവും, കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ട് കിടന്ന ഭാഗ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തേടിയെത്തുന്ന ആ ഒരു സമയമാണ്. മുമ്പ് ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലം അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. 5ാം ഭാവം ബുദ്ധിയുടെയും സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആശയക്കുഴപ്പങ്ങൾ മാറി കൃത്യമായ തീരുമാനങ്ങളിലൂടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വേഴമാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ദീർഘനാളായി കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാനും മക്കളുടെ ഉന്നതിയിൽ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാനും ഇടവരുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2026 എന്ന് പറയുന്നത്. മനസ്സിൽ എപ്പോഴും പോസിറ്റീവായ ചിന്തകളും വലിയ ആത്മവിശ്വാസവും നിറയും. നിങ്ങളെ സംബന്ധിച്ച് ഈ വർഷം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും സമൂഹത്തിലും കുടുംബത്തിലും വലിയ വിലയും ആദരവും ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വേഴമാറ്റം മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉണ്ടാക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തോ വിദേശത്തോ ഉള്ള മികച്ച ക്യാമ്പസുകളിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാണ്. മത്സര പരീക്ഷകളിലും സിവിൽ സർവീസ് പോലുള്ള കഠിനമായ ഇന്റർവ്യൂകളിലും ഉന്നത വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. പഠനത്തിൽ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രശംസ നിങ്ങൾക്ക് ഈ സമയം പിടിച്ചുപറ്റാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഗവേഷണ രംഗത്തും സാങ്കേതിക വിദ്യാലയങ്ങളിലും പഠിക്കുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും അംഗീകാരങ്ങൾക്കും സാധ്യതയുള്ള ഒരു വർഷമാണ്. സാമ്പത്തികമോ വ്യക്തിപരമോ ആയ കാരണങ്ങളാൽ പഠനം മുടങ്ങിപ്പോയവർക്ക് അത് പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ 2026 ദേവഗുരുവിൻ്റെ ഈ മാറ്റം മീനക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നത്. അതുപോലെ തൊഴിൽ രംഗത്ത് അർഹമായ അംഗീകാരവും ദീർഘനാളായി ആഗ്രഹിച്ച പ്രമോഷനും ശമ്പള വർധനവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അധികാരമുള്ള പദവികളിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സമയമാണ്. നേതൃത്വ പാടവം തെളിയിക്കാനും മേലാധികാരികളുടെ പ്രീതി സമ്പാദിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. പുതിയ ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഇത്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വിസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് അതിനായിട്ട് മീനക്കൂറുകാരായ പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ എല്ലാവിധ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ദൈവസാന്നിധ്യമുള്ള ഒരു സമയമാണ്. സഹപ്രവർത്തകരിൽ നിന്നും കീഴുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സഹകരണവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പല വഴികളിലൂടെ സാമ്പത്തിക ലാഭം വന്നെത്തും
ഈ വർഷം. കടബാധ്യതകളൊക്കെ ഗണ്യമായി കുറയ്ക്കാനും ലോണുകളൊക്കെ തീർക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിച്ചതിലും മികച്ച ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പൂർവിക സ്വത്തുകൾ തടസ്സമില്ലാതെ കൈവശം വന്നു ചേരാനോ ലാഭകരമായിട്ട് വിൽക്കാനോ ഒക്കെ സാഹചര്യമുണ്ടാകുന്ന ഒരു വർഷമാണ്. അനാവശ്യമായിട്ടുള്ള ധനച്ചെലവുകൾ പൂർണ്ണമായി നിയന്ത്രിക്കാൻ, ബാങ്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. അതുപോലെ സ്വന്തമായി ഭൂമി വാങ്ങാനോ വീട് പണി പൂർത്തിയാക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പണം ഒത്തുവരുന്ന ഒരു വർഷം തന്നെയാണ് ഇത്. സ്വന്തമായി ഭൂമി വാങ്ങാനോ വീട് പണി പൂർത്തിയാക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പണം ഒത്തുവരുന്ന ഒരു സമയമാണ്. അതുപോലെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിട്ടുമാറാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായി ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ഉത്കണ്ഠ, ഡിപ്രഷൻ എന്നിവ മാറി മനസ്സിന് ശാന്തി കൈവരുന്ന ഒരു സമയമാണ്. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ചിട്ടയായ ജീവിതശൈലി രൂപപ്പെടുത്താനും നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. വേഴത്തിന്റെ അനുകൂല സ്ഥിതി കാരണം മനസ്സിലെപ്പോഴും ഉന്മേഷവും പുതിയ ആശയങ്ങളും നിറഞ്ഞു നിൽക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങളിൽ ചെയ്യുവാനും അത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒക്കെ മീനക്കൂറുകാർക്ക് ഈ വർഷം കഴിയും. ശരീരഭാരം കൂടാൻ ചെറിയ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കണം. ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ഈ വർഷം ഉള്ളത്. എങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ബിസിനസ് സംരംഭങ്ങളോ ശാഖകളോ ഒക്കെ ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യവും ലാഭകരവുമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളെ മീനക്കൂറുകാരെ സംബന്ധിച്ച്. ഇതുവരെ മന്ദഗതിയിലായിരുന്ന ബിസിനസ്സുകൾ പുനരുജ്ജീവിപ്പിക്കാനും പഴയ നഷ്ടങ്ങൾ നികത്തി ലാഭത്തിലാക്കാനൊക്കെ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കത് ലാഭത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. വിശ്വസ്തരായ പുതിയ പങ്കാളികൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് കടന്നു വരികയും അത് മൂലധന നിക്ഷേപം വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് പുതിയ കൂട്ടുകെട്ടുകളൊക്കെ വന്നു ചേരാനുള്ള സമയമാണ്. ആ കൂട്ടുകെട്ടിലൂടെ നിങ്ങളുടെ ബിസിനസ് വളർത്താനൊക്കെ കഴിയുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ബിസിനസ് രംഗത്ത് നിങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. 2026 ജൂൺ 2 ശേഷമുള്ള വേഴത്തിന്റെ മാറ്റം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. കുടുംബജീവിതത്തിൽ ദീർഘനാളായി നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി സ്വത്ത് തർക്കങ്ങളും ഒക്കെ മാറി സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുന്ന ഒരു സമയമാണ് ഇത്. അവിവാഹിതരായ മീനക്കൂറുകാരുടെ വിവാഹ കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകുകയും അനുകൂലമായിട്ടുള്ള ബന്ധങ്ങൾ ഒത്തുവരികയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ട് കൂടുതൽ ആത്മബന്ധം സ്ഥാപിക്കാനും പരസ്പരം പിന്തുണ നൽകാനും ഒക്കെ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. പരസ്പര സ്നേഹബന്ധത്തോടു കൂടി മുന്നോട്ട് പോകാൻ മീനക്കൂറുകാർക്ക് ഈ വർഷം സാധിക്കും. കുടുംബത്തോടൊപ്പം ദീർഘദൂര തീർത്ഥയാത്രകളും വിനോദയാത്രകളും ഒക്കെ നടത്താൻ നിങ്ങൾക്ക് ഏറെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ കൃഷി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നെൽകൃഷി, പച്ചക്കറി, നാണ്യവിളകൾ എന്നിവയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് മികച്ച വിളവും ഉയർന്ന ലാഭവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അതുപോലെ ക്ഷീരോത്പാദനം, കോഴി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയ അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകാനുള്ള സമയമാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ള ഉച്ചസ്ഥനായിട്ടുള്ള വേഴത്തിന്റെ ഈ മാറ്റം നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളും യന്ത്രങ്ങളും ഒക്കെ കൃഷിയിൽ വിജയകരമായിട്ട് പരീക്ഷിച്ച് വിജയിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ബാങ്കുകളിൽ നിന്നും കാർഷിക ലോണുകളും സർക്കാരിൽ നിന്നുള്ള സബ്സിഡികളും ഒക്കെ നിങ്ങൾക്ക് തടസ്സമില്ലാതെ ലഭിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് വിപണിയിൽ എത്തിക്കാനും നല്ല വിലയ്ക്ക് അത് വിൽക്കാനൊക്കെ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സിനിമ, ടെലിവിഷൻ, നൃത്ത, സംഗീത, സാഹിത്യം തുടങ്ങിയ വിവിധ മേഖലകളിലുള്ളവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. നല്ല പ്രോജക്റ്റുകൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സൃഷ്ടികളും കഴിവുകളുമൊക്കെ ജനങ്ങളിലേക്ക് വലിയ രീതിയിൽ എത്തിക്കാനും പ്രശസ്തി നേടാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ സംസ്ഥാന ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങളും വലിയ സംഘടനകളുടെ അംഗീകാരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ്.
സമയമാണ്. സാമ്പത്തികമായും വലിയ മെച്ചമുണ്ടാകുകയും കലാരംഗത്ത് ദീർഘകാലം നിലനിൽക്കാവുന്ന നല്ല കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ കഴിയുന്ന ഒരു വർഷം തന്നെയാണ് മീനക്കൂറുകാരിയെ സംബന്ധിച്ചിട്ട് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. ക്രിയേറ്റീവായ പുതിയ കൂട്ടായ്മകൾ രൂപീകരിക്കാനും അതിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ കലാരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് കഴിയും. അപ്പോൾ നിങ്ങളുടെ ജാതകം കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ കാലയളവിൽ നല്ല ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സമയമാണ് മീനക്കൂറുകാരിയെ സംബന്ധിച്ച്. അതല്ല മോശം ദശാകാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിൻ്റെതായ ഇത്രയും അധികം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ദൈവാധീനം കുറയും. ഇപ്പോൾ ദൈവാധീനം കൂടി നിൽക്കുന്ന ഒരു സമയമാണ് മീനക്കൂറുകാരിയെ സംബന്ധിച്ച്. അപ്പോൾ ദൈവാധീനം കുറയുമ്പോൾ നമ്മൾ ദൈവാധീനം കൂട്ടണം. അതിന് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും നല്ല പ്രവർത്തികളോടുകൂടിയും മുന്നോട്ട് പോകണം. അത് അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധന നടത്തിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ വർഷത്തെ അനുകൂലമായിട്ടുള്ള മാസങ്ങളെന്ന് പറയുന്നത് 2026 ജൂൺ, ജൂലൈ, ഒക്ടോബർ, നവംബർ, 2027 ജനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. സാധ്യതയുള്ള ഒരു സമയമെന്ന് പറയുന്നത് 2026 ഓഗസ്റ്റ്. ചില കാര്യങ്ങൾ പെട്ടെന്ന് തടസ്സങ്ങൾ വരാം. ഇതുവരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നൊരു തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഡിസംബർ ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. 2027 ഏപ്രിൽ അമിതമായിട്ടുള്ള ജോലിഭാരം കാരണം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മാസങ്ങൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ ഉപദേശം തേടുന്നതും നന്നായിരിക്കും. വ്യാഴഗ്രഹമാണ് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത്. ചില മറ്റു ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായിട്ട് നിൽക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ഇടപെടാവൂ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. കടബാധ്യതകൾ കൂടുതൽ വരുത്താതിരിക്കാനായിട്ട് ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കണം. രേഖാമൂലം കടങ്ങൾ തീർക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം ഒരു വശത്തുണ്ട് എന്ന് പറയുമ്പോഴും ശനിയുടെ ചില ദോഷങ്ങൾ കിടക്കുന്നത് കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് അനുകൂലമായ കാര്യങ്ങൾ വരും. എടുത്തു ചാടി അത് നഷ്ടപ്പെടുത്താതെ അതിൻ്റെ വരും വരായികയൊക്കെ ചിന്തിച്ച് നോക്കിയും കണ്ടും വേണം അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട്. ഈ ദോഷപരിഹാരങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് മഹാവിഷ്ണു ഭജനം തന്നെയാണ് ഏറ്റവും പ്രധാനം. എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയും വീട്ടിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ നിങ്ങളുടെ ദോഷപരിഹാരങ്ങൾക്കുള്ള വലിയ ഒരു പ്രതിവിധിയാണ്. അതുപോലെ വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുകയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ഒക്കെ ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. അതുപോലെ ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച് വ്രതം നോക്കുന്നത് വേഴപ്രീതിക്ക് ഏറ്റവും മികച്ച ായിട്ട് പറയപ്പെടുന്നുണ്ട്. ഗുരുക്കന്മാരെ ആദരിക്കുക, മാതാപിതാക്കൾ, അധ്യാപകർ, പ്രായത്തിൽ മൂത്തവർ എന്നിവരെ കാൽത്തൊട്ട് വണങ്ങി ആശീർവാദം വാങ്ങുക, അവരെ മാനസികമായി വിഷമിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നതും മീനക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വ്യാഴാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാരയോ അല്ലെങ്കിൽ ദക്ഷിണമൂർത്തികൾ മഞ്ഞ പൂക്കൾ കൊണ്ടുള്ള മാലയോ ഒക്കെ സമർപ്പിക്കുന്നതും ദോഷങ്ങൾ അകറ്റാനായിട്ട് സഹായിക്കും. എല്ലാ മീനക്കൂറുകാർക്കും ഈ വ്യാഴമാറ്റം ജീവിതത്തിലൊരു സുവർണ കാലഘട്ടമാണ്. ചെറിയ ദോഷസാധ്യതകളുള്ള മാസങ്ങളിൽ കൃത്യമായ ജാഗ്രത പുലർത്തുകയും ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് മീനക്കൂറുകാരായ പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ദാനധർമാദികളൊക്കെ ചെയ്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജാതക പരിശോധന നടത്തി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധികളൊക്കെ കണ്ടെത്തി മുന്നോട്ട് പോയാൽ ഈ വ്യാഴമാറ്റം മീനക്കൂറുകാരിയെ സംബന്ധിച്ച് സർവ്വവിധ സൗഭാഗ്യങ്ങളും നൽകി നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ നഷ്ടങ്ങളും നികത്തുന്ന തരത്തിൽ എല്ലാ ബാധ്യതകളും സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത്. മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.